നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നന്നായി കളിച്ചിട്ടും കൈ മെയ് മറന്ന് പോരാടിയിട്ടും ഒടുവിൽ ജയിക്കാൻ കഴിയാതെ പോകുമോ എന്ന ആശങ്ക. പക്ഷേ അവസാന നിമിഷത്തിൽ റോൾ ഹെയ്സ് ഒരു ഗോൾ അടിച്ചു. അവൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ റെഗുലർ ടൈമിൻ്റെ അന്ത്യ നിമിഷത്തിലാണ്. എന്നിട്ട് ടീമിനെ വിജയിപ്പിച്ച ഗോളും നേടി. യെസ്, സാന്റോസ് അർഹിച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. അതും വമ്പന്മാർക്കെതിരെ, പാൽമിറാസിനെതിരെ. ലീഗിൽ 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പാൽമിറാസിനെയാണ് ഇവിടെ വീഴ്ത്തിയിരിക്കുന്നത്. ഏതായാലും ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം സാന്റോസ് നേടിയതോടെ റെലഗേഷൻ സോണിൽ നിന്ന് അവരിതാ മുന്നോട്ട് കടന്നിട്ടുണ്ട്. കളിയിൽ നെയ്മർ മികച്ച പ്രകടനമാണ് നടത്തിയത്. ആരാധകർ ഹാപ്പിയാണ്. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ 48 പാസുകൾ, അതിൽ 5 കീ പാസുകൾ ഉണ്ടായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. തീർച്ചയായിട്ടും ഇപ്പം സാന്റോസിൻ്റെ ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് നെയ്മർ ജൂനിയറാണ് എന്ന് തന്നെ പറയണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അസിസ്റ്റ് ഇല്ല, ഗോളില്ല. അത് നോക്കണ്ട. അതിപ്പോൾ സാന്റോസിലെത്തിയിട്ട് അദ്ദേഹം 40 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ അസിസ്റ്റും അദ്ദേഹത്തിന് കിട്ടാതെ പോകുന്നുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന താരങ്ങളെ കൂടി നമ്മൾ നോക്കണം. ഏതായാലും നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ആരാധകരുടെ മനം കുളിർക്കുന്ന പ്രകടനം. പിന്നെ സാന്റോസിൻ്റെ കാര്യം, സാന്റോസ് സീസണിൽ നന്നായിട്ട് തപ്പി തടയുന്ന ടീമാണ്. പക്ഷേ വമ്പന്മാരെ കണ്ടാൽ പൊട്ടിച്ചു വിടും. ഫ്ലമിംഗോ ഇപ്പോൾ ബ്രസീലിയറോ സീരി എയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്ലമിംഗോയെ അവർ 1-0 തോൽപ്പിച്ചിരുന്നു. രണ്ടാമത് ഇപ്പോൾ നിൽക്കുന്നത് പാൽമിറാസ് ആണ്. അവരെയും 1-0 തോൽപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഈ മത്സരത്തിൽ വിജയിച്ച് പറ്റൂ എന്ന നിലയിൽ തന്നെ സാന്റോസ് ഇറങ്ങി. മാത്രമല്ല ആരാധകർ വലിയ രൂപത്തിൽ സാന്റോസിനെ പിന്തുണച്ചുകൊണ്ട് കൂടെ നിന്നു. അതുകൂടി നോക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി പോരാട്ടത്തിന് ഇറങ്ങിയതാണ്. കളിയിൽ വഴിയിലും നെയ്മറും ഗുയർമയും ചേർന്നുകൊണ്ടാണ് സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. ആദ്യ പകുതിയിലും ആധിപത്യം അവർക്ക് തന്നെയായിരുന്നു, പക്ഷെ ഗോളി പറഞ്ഞില്ല. 2-ാം പകുതിയിൽ തീർച്ചയായിട്ടും പാൽമിറാസ് അവരുടെ മികവ് കാണിച്ചു. തിരികെ വരാനുള്ള ശ്രമങ്ങൾ, അവരുടേതായിട്ടുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തി. അവർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ സാന്റോസ് അർഹിച്ച വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം. ഇപ്പോൾ റെലഗേഷൻ സോണിൽ നിന്ന് ഒരൽപ്പം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 33 കളിയിൽ നിന്ന് 36 പോയിന്റുമായിട്ട് അവർ 16-ാം സ്ഥാനത്താണ്. 17, 18, 19, 20 സ്ഥാനത്തുള്ള ടീമുകളാണ് റെലഗേറ്റ് ചെയ്യപ്പെടുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.